I will give you a hint. Balavani, I love you. അദ്ദേഹം മരിക്കുന്നത് വെളുപ്പിന് 4 മണിക്ക് നേരെ തിരുനക്കര അമ്പലത്തിന് പുറകിൽ വീട്. രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വീട്ടിൽ വന്നു. ഒരു അസ്വസ്ഥത പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി മരിച്ചു. എല്ലാം കഴിഞ്ഞ് മകൻ പ്രശാന്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. അദ്ദേഹം ചെന്ന് അച്ഛന്റെ മുറി നോക്കുമ്പോൾ മേശപ്പുറത്ത് തിങ്സ് ടു ബി ഡൺ ടുഡേ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഉറങ്ങുന്നവരിലും ഉണർന്നിരിക്കുന്നവരും. അത് നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് ഉപനിഷത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ ഒരു അലേർട്ട്നെസ് ആണ്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് അലേർട്ട്നെസ്. ദാറ്റ് യു ഷുഡ് ബി അലേർട്ട് ഫോർ യു, നോട്ട് മിയർലി ഫോർ യുവർസെൽഫ്. യു ഷുഡ് ബി അലേർട്ട് ഫോർ the society. You should be alert for the economy. You should be alert for everybody. Why now? There are nearly 5 lakh chartered accountants as of now. These chartered accountants are actually doing the audit and other related activities for the entire economy. And our economy is the fastest growing economy as of now. Despite all the headwinds from the universal, including the oil issue, the latest war in the Gulf area, everything, despite all these things, our economy is growing at a pace of nearly 7%. ഇത്രയും നന്നായിട്ട് ഒരു ഇക്കോണമി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷനാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷൻ. ഏകദേശം 5 ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇന്ത്യയിലുണ്ടെന്നാണ് കണക്ക്. അതില് ഒരു എംപ്ലോയ്മെന്റിൽ ഒരു 30-40% മാറിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആൾക്കാരാണ് ഈ ടോട്ടൽ കമ്പനികളുടെ ഓഡിറ്റ് ചെയ്യുന്നത്. 18 ലക്ഷത്തോളം ലൈവ് കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അതിൽ കൂടുതലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ്. 12 ലക്ഷത്തിന് മേൽ അടുത്ത് വരും. ബാക്കി പബ്ലിക് കമ്പനി ഏകദേശം 1 ലാഖിനടുത്ത് ലിസ്റ്റഡ് പബ്ലിക് കമ്പനികൾ. ആ ലിസ്റ്റഡ് പബ്ലിക് കമ്പനികളിൽ ഈ സോപ്പോള, റിലയൻസ് ഇൻഡസ്ട്രീസ് അടക്കമുള്ള റിലയൻസിലെ ഒരു കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് എണ്ണം 35 ലാഖാണ്. ഇത്രയും വലിയ കമ്പനികളുടെ ഒക്കെ കണക്കുകൾ നോക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അപ്പൊ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടാണ് ഒരു ബാങ്കർ ആണെങ്കിലും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവർക്ക് ലോൺ കൊടുക്കുന്നത്. ആ ലോൺ വെച്ചിട്ടാണ് അവർ ആ പ്രോജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആ പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടാണ് 10 പേർക്ക് എക്സ്ട്രാ തൊഴിൽ കിട്ടുന്നത്. സോ ഇക്കോണമിയുടെ ചാലക ശക്തികളാണ് നമ്മൾ. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്താലോ? ആ അലേർട്ട്നെസ് ആണ് യായേഷ സ്വദേശ ജാഗൃതി എന്ന ആ മോട്ടോയിലൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യമുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എംബ്ലം നിങ്ങൾ ഓർത്താൽ അത് ഈഗിളാണ്. Eagle, and what is the impact of, why eagle being selected as the emblem of institute? Eagle ഏകദേശം 5 കിലോമീറ്റർ അപ്പുറം വരെ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടെന്നാണ് പറഞ്ഞത്. അത്ര ഫാർ സൈറ്റഡ്നെസ് ഉണ്ട് ഈഗിളിന്. So we should also have that far sightedness to see the foreseeable future for the economy and other entire world. And Indian chartered accountants are one of the best in the world. Not merely boasting, വെറുതെ പറയുന്നതല്ല. There at a time Indian ഇൻസ്റ്റിറ്റ്യൂട്ടിനെ, CA ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2002 കണ്ടാണ് അത് മാറിയെന്ന് എനിക്ക് ഓർമ്മ. ബേർജെയിൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഒരു ധാരണയായി. എന്താണെന്നറിയോ? നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ കേവലം ഒരു കേസ് സ്റ്റഡി പേപ്പർ പാസ്സായിരുന്നു. Whereas a chartered CPA or CA from equivalent from Australia or even London, if they want to come and practice in India, they have to undergo at least 4 papers, including our income tax paper, which is one of the toughest papers in the world in terms of volume and content. അതായത് തീയിൽ കുരുത്തിന് വേഗത്ത് പാടില്ല എന്ന് പറയും. അപ്പൊ ഇത്രയും നന്നായിട്ട് ഇത്രയും കരിക്കുലം അണ്ടർഗോ ചെയ്ത് നല്ലൊരു കോഴ്സ് സിസ്റ്റത്തിലൂടെ പാസ്സായി ഇറങ്ങുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ഏത് വേൾഡിലെ ഏത് സെനാരിയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. വർഷമായി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 10-25,000 മേളിൽ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോർ ദാൻ 3,000 CAs എന്റെ സ്റ്റുഡൻസ് തന്നെ ഉണ്ടാവും. ഐ ഡോണ്ട് നോ ദ എക്സാക്ട് നമ്പർ. ദേ ആർ അക്രോസ് ദ ഗ്ലോബ് ആൻഡ് ഫിനാൻഷ്യലി ദേ ആർ വെൽ ഓഫ്. പലരുടെ ഫാമിലിയിലുണ്ടായ ഫിനാൻഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് അത്ഭുതകരമാണ്. കേവലം 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നത് പണയം വെച്ചിട്ട് മദ്രാസിൽ ഫൈനലിൽ പഠിപ്പിക്കാൻ വിട്ട എന്റെ സുഹൃത്ത്, അവരുടെ അമ്മ, അവർക്കുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടി പണയം വെച്ചിട്ടാണ് CA പഠിപ്പിക്കാൻ ചെന്നൈയിൽ ഫൈനലിന് കോച്ചിങ്ങിന് വിട്ടത്. ഇന്ന് ലുലുവിന്റെ ചീഫ് ഇന്റേണൽ ഓഡിറ്ററാണ്. കൂടെയുള്ള മറ്റാൾ ലുലുവിന്റെ
ഫിനാൻസ് ഡയറക്ടറാണ്. 3 bedroom ഫ്ലാറ്റാണ് കമ്പനി അബുദാബിയിൽ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. മക്കളുടെ ഫീസ് കാര്യങ്ങളൊക്കെ കമ്പനി അടയ്ക്കുന്നത്. വർഷത്തിൽ 3-4 പ്രാവശ്യം നാട്ടിൽ വന്നു പോകാനുള്ള ഫ്ലൈറ്റ് ചാർജസ് കമ്പനിയാണ് കൊടുക്കുന്നത്. ഇന്ന് അവർക്ക് 3-4 പ്രോപ്പർട്ടി സ്വന്തമായിട്ടുണ്ട്. ദിസ് ഈസ് ദ വേ യു ക്യാൻ ടേൺ അറൗണ്ട് യുവർ ലൈഫ്. അപ്പൊ ഈ യാത്രയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കൂടെ നിന്ന ഏറ്റവും ആദ്യം നിങ്ങൾ നന്ദി പറയേണ്ടത് നിങ്ങളുടെ പേരൻസിനോട്. കാര്യം എന്തുമാത്രം പെയിൻ. പണ്ടൊരിക്കൽ ഡോക്ടർമാരുടെ ഫംഗ്ഷനിൽ അഡ്രസ് ചെയ്തപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു ഡയലോഗുണ്ട്. നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കമുളച്ചിരുന്ന് പഠിക്കാൻ കട്ടൻ ചായ തിളപ്പിച്ച് തന്ന തൊട്ടടുത്ത ചായക്കടക്കാരനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതുപോലെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നിങ്ങളുടെ അമ്മയും അച്ഛനെയും അല്ലേ? അവരല്ലേ നിങ്ങൾക്ക് ഈ വാദം തുറന്നു തന്നെ. അപ്പൊ അവരെ മറന്ന് നിങ്ങൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. ക്വാളിഫൈ ചെയ്തവരോട് പ്രത്യേകം പറയുന്നു, എന്തായാലും നിങ്ങൾ ക്വാളിഫൈ ചെയ്തല്ലോ, ഇനി നിങ്ങൾക്ക് ഒട്ടും ജാട വേണ്ട. പഠിക്കുന്ന പിള്ളേരോട് ഞാൻ പറഞ്ഞത് ശകലം ജാടയായിരിക്കും, കുഴപ്പമില്ല, എന്തായാലും ഞാൻ CA പഠിക്കുന്നത് ഒരു അഭിമാനത്തോടുകൂടി പറഞ്ഞു. പക്ഷെ വൺസ് യു ആർ ഗെറ്റിംഗ് ക്വാളിഫൈഡ്, ഷെഡ് ഓൾ യുവർ ഈഗോ. നിങ്ങളുടെ ആ നെഗറ്റിവിറ്റീസ് എല്ലാം കാണാം. വളരെ സിമ്പിളാണ്. നിറച്ച് മാങ്ങയുള്ള മാവ് ഇങ്ങനെ നിൽക്കുമോ ഇങ്ങനെ നിൽക്കുമോ? മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനെന്ന് പറയും. വിനയം വന്ന വഴി മറക്കാതിരിക്കുക. ഗുരുക്കന്മാരെയും പ്രിയപ്പെട്ടവരെയും ഈ സ്ഥലം നിങ്ങളെ പഠിപ്പിച്ച് വളരെ വലുതാക്കാൻ സഹായിച്ച ഈ സ്ഥാപനത്തെ ഉൾപ്പെടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. തിരിച്ചു കൊടുക്കുക. എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും ലൈഫിൽ കളയരുത്. കാര്യം ജീവിതം അതാണ്. നന്ദി പ്രകടിപ്പിക്കില്ല ലൈഫ്. കാര്യം കൂടി വന്നാൽ 10,000-25,000 ദിവസമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അങ്ങേ അറ്റം വന്നാൽ 30,000 ദിവസം. ഇനി 100 വയസ്സൊക്കെ 36,500 ദിവസത്തേക്ക് വാടകയ്ക്ക് താമസിക്കാൻ വന്ന് നമ്മളിവിടെ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ബലപ്പെടുത്തുന്നത്? പക്ഷേ we need to do certain things. ഓരോരുത്തരെയും ദൈവം കൃത്യമായ പദ്ധതിയിലൂടെയാണ് വിട്ടിരിക്കുന്നത്. ഡെസ്റ്റിൻഡ് ആണ്. ആ റോള് മറ്റൊരാൾക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ മദർ തെരേസ കേരളത്തിൽ വന്നപ്പോ അന്ന് ഏതോ പത്രക്കാരൻ മദർ തെരേസയോട് ചോദിച്ചു, ലോകം മുഴുവൻ കഷ്ടപ്പെടുമ്പോൾ ഈ കൽക്കട്ടയിലെ ഒരു മൂലയിൽ മാത്രം കിടന്ന് കഷ്ടപ്പെടുന്നതുകൊണ്ട് എന്ത് കാര്യം ചോദിച്ചു. വളരെ സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട് ആ വലിയ മഹതി പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് അറിയാം? സീ വിൽ ഫീൽ ദ ആബ്സെൻസ് ഓഫ് ഈവൻ എ സിംഗിൾ ഡ്രോപ്പ്. കടലിൽ ഒരു തുള്ളി ചെന്നില്ലെങ്കിൽ ആ തുള്ളിയുടെ കുറവ് കടലറിയും. അതായത് നമുക്ക് ഒരു സെൽഫ് എസ്റ്റീം, ദാറ്റ് ഈസ് എ ഹൈ ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം. വി ഹാവ് എ റോൾ ടു പ്ലേ ഹിയർ. ആ റോൾ പ്ലേ ചെയ്യാൻ മറ്റൊരാൾക്ക് പറ്റില്ല. അത്രയും യുണീക്കാണ് നമ്മൾ. അപ്പൊ അൺനെസസറി ആയിട്ട് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യേണ്ട. പേരൻസിനോട് പ്രത്യേകിച്ച് ഒരു ഉപദേശമുണ്ട്, ഈ മക്കളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തത്. കാര്യം അവർക്ക് യുണീക്കായിട്ടുള്ള ചില പൊട്ടൻഷ്യാലിറ്റികൾ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവർ CA ആകാനല്ലായിരിക്കും അവർക്ക് ഇന്റൻഷൻ. ദൈവത്തെ അവരുടെ ഉള്ളിലെ പ്ലാൻ വേറെ ആയിരിക്കും, അല്ലെ ഈശ്വരന്റെ പ്ലാൻ മറ്റൊന്നായിരിക്കും. അവർ വഴിമാറി പൊക്കോട്ടെ, ബാക്കിയുള്ളവരെ നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാം. ഞാൻ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഈ ഞാൻ എത്ര വർഷം എടുത്തിട്ട് CA പാസ്സായെന്ന് അറിയോ? കുറച്ച് വൈകിയാണ്. അതുപോലെ ഞാൻ ഡോക്ടറാകാൻ ആഗ്രഹിച്ച് തൃശ്ശൂർ PC തോമസ് സാറിന് അവിടെ പോയി എൻട്രൻസ് കോച്ചിങ് ചെയ്ത് പഠിച്ച് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എനിക്ക് എൻട്രൻസ് നഷ്ടപ്പെട്ടതാ. ഇന്ന് എനിക്ക് 40-ഓളം ഡോക്ടർമാരെ ക്ലയൻസ് ആയിട്ടുണ്ട്. അത്രയുള്ള ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാം. ചില വഴികൾ നമുക്കുള്ളതല്ല, ചില വഴികൾ നമുക്ക് തന്നെ ഉള്ളതാ. ആ മുന്നോട്ട് തന്നെ കുതിക്കും. വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മരിച്ച് ഞാൻ മുന്നോട്ട് തന്നെ പോകും. വിജയം വരെയും ഞാൻ മുന്നോട്ട്. പരാജിതനാവുന്നത് എപ്പോഴാ? നമ്മൾ പിന്തിരിയുമ്പോൾ മാത്രമാണ്. 7 കൺസിക്യൂട്ടീവ് ഇലക്ഷൻ തോറ്റിട്ട് 8ാമത്തെ ഇലക്ഷനാണ് സാക്ഷാൽ എബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നത്. ഇന്ന് അമേരിക്കയുടെ ചരിത്രത്തിലെ 46ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 350ഓളം വർഷത്തെ ചരിത്രമുള്ള അമേരിക്കൻ ഹിസ്റ്ററിയിൽ എത്ര പ്രസിഡന്റുമാരുടെ പേര് നമ്മൾ ഓർക്കുന്നു, അല്ലെങ്കിൽ നാട്ടുകാർ ഓർക്കുന്നു, അന്യ രാജ്യക്കാർ ഓർക്കുന്നു? ഒറ്റ വ്യക്തിയുടെ പേരെ ഓർക്കുന്നുള്ളൂ. ഒട്ടിയ കവറുള്ള ആ വലിയ മനുഷ്യന്റെ കവറ്. കേവലം 4 വയസ്സിൽ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും സഫർ ചെയ്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ നിന്ന് പഠിച്ച ആ വലിയ മനുഷ്യനെയാണ് ഇന്നും ലോക സമൂഹം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പേരിൽ ഓർക്കുന്നുണ്ടെങ്കിൽ കഷ്ടപ്പാടിന്റെ വഴികളിൽ കടന്നത്, കുരിശിൽ കിടന്നതുകൊണ്ടാണ് ക്രിസ്തുദേവൻ ജീസസ് ക്രൈസ്റ്റ് ആയത്. അല്ലെങ്കിൽ ജോസഫ് എന്ന മരപ്പണിക്കാരന്റെ മകനായിട്ട് എവിടെയെങ്കിലും ജീവിച്ച് വളർന്നു പോയേനെ. അപ്പൊ കഷ്ടപ്പാടുകളാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ കഷ്ടപ്പാടുകളിൽ കിട്ടുന്ന ഊർജ്ജമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. നമുക്ക് ഒരു താമര ചെടിയിൽ നിന്നാണ് ഉയരുന്നത്. വെള്ളത്തിന്റെ പ്രഷർ എല്ലാം തരണം ചെയ്ത് മേളിൽ വന്ന് ഫ്ലൈ കളേഴ്സ് നിൽക്കുന്നത് പോലെ we should come out of all the negativities. പോസിറ്റിവിറ്റി ആയി we can do wonders in your life. സോ നിങ്ങൾ ആദ്യം നിങ്ങളെ സെൽഫ് കോമ്പിറ്റന്റ് ആക്കുക, ഫിനാൻഷ്യലി സൗണ്ട് ആക്കുക, നല്ല സേവിങ്സ് ഹാബിറ്റ് ബിൽഡപ്പ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ സമൂഹത്തിന് എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. പഠിപ്പിച്ചിട്ടാണെങ്കിലും
പ്രാക്ടീസിലൂടെ അറിയുന്നത്. നമ്മൾ വഴി എത്ര ലോണുകളാണ് ഓരോ ബാങ്കുകാർ പ്രൊവൈഡ് ചെയ്തെന്ന് അറിയുമോ? അതുപോലെ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസിനും ഡോക്ടേഴ്സിനും വേണ്ടി മാത്രം ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോൺ സ്കീമുകൾ നടത്തുന്നുണ്ട്, അറിയുമോ? ഞാൻ ചില പ്രോപ്പർട്ടികൾ മേടിച്ചതൊക്കെ ആ സ്കീമിൽ പ്രകാരമാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡോക്ടർ സ്കീം എന്ന് അതിന്റെ പേര്. ഇറ്റ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ സിഎസ് ആൻഡ് ഡോക്ടേഴ്സ്. പേരൻസിനോട് പറയാം, നിങ്ങളുടെ ഇനിയും പാസ്സാകാത്ത മക്കളെ നിങ്ങൾ എൻകറേജ് ചെയ്യുക. അവർക്ക് സമയാസമയങ്ങളിൽ ആഹാരവും മറ്റ് സപ്പോർട്ടും കൊടുക്കുക, മാനസികമായ സപ്പോർട്ട് കൊടുക്കുക, അനാവശ്യമായ പ്രഷർ കൊടുക്കാതിരിക്കുക. അവർ പഠിക്കട്ടെ, അവർക്ക് വേണ്ട സപ്പോർട്ട്, അവരുടെ മനസ്സൊന്ന് പകരുമ്പോൾ അവർക്കൊരു സാന്ത്വനം കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ഉത്തരേതാത്മൻ ആത്മാനം അവസാദിയെ. അവനോട് തന്നെ അവനോട് ഉദ്ധരിക്കണം. നിങ്ങൾ നോക്കൂ, കൃഷ്ണനും അർജുനനും കൊച്ചിലേ തൊട്ട് കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് യുദ്ധത്തിന്റെ സമയത്ത് കൃഷ്ണൻ യുദ്ധം ചെയ്ത് അർജുനനെ സഹായിക്കാതിരുന്നത്? ആ യുദ്ധം ചെയ്യുന്നത് അർജുനൻ തന്നെയാണ്. അതാണ് ഉത്തരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിക്കണം. നിങ്ങൾ സ്റ്റുഡൻസിനോട് പ്രത്യേകിച്ച് പറയും, പഠിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കോച്ചിങ് സെന്ററുകാര് വേണ്ട സപ്പോർട്ട് ചെയ്തു തരും, ടീച്ചർ ഫാക്കൾട്ടിമാരെ സപ്പോർട്ട് ചെയ്തു തരും, പേരൻസ് സപ്പോർട്ട് ചെയ്തു തരും. പക്ഷെ ആത്യന്തികമായിട്ട് പഠിക്കേണ്ടതും പരീക്ഷ എഴുതേണ്ടതും നിങ്ങൾ തന്നെയാണ്. ആ ഉത്തരേതാത്മനാത്മാനം നിങ്ങൾ തന്നെ നിങ്ങളെ ഉദ്ധരിക്കണം. അപ്പൊ അവിടെ അർജുനനെ കൊടുക്കാവുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഒരു ഡ്രൈവറെ പോലെ പാർത്ഥസാരഥിയായിട്ട് കൃഷ്ണൻ പോയി. പക്ഷെ യുദ്ധം ചെയ്തതും ജയിച്ചതും അർജുനൻ തന്നെയാണ്. ഇത് ആപ്ലിക്കബിൾ ടു എവരിബഡി. നമുക്കെല്ലാം ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പുറകോട്ട് പതുക്കെ മാറ്റി വകഞ്ഞു മാറ്റി മുന്നോട്ട് തന്നെ വരിക. 2-3 ഇൻസ്റ്റൻസസ് ഓഫ് സക്സസ് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം. An young boy, after getting qualified his 10th standard, he approached his father. Father, I want to do higher studies. Then father told him, our financial position is very precarious. I am not in a position to support you. എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല. നിന്റെ കൂടപ്പുറപ്പുകളുണ്ട്, അവരെ പഠിപ്പിക്കുന്ന അവരുടെ സാഹചര്യങ്ങൾ, വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഭയങ്കര മോശമാണ്. പഴയ ഒരു നായർ തറവാടാണ്. ഫിനാൻഷ്യലി വളരെ വീക്കായിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഒരുപാട് ബന്ധുക്കളെ ഒന്നിച്ച് കഴിയുന്ന ഒരു ഫാമിലി. എന്ത് ചെയ്യും? അപ്പൊ അച്ഛന്റെ വാക്കുകൾ ആ മകന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം ഉണ്ടായി. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. സംഭവം ഈ റീച്ചിട്ട് മുംബൈ. എങ്ങനെയാണ് ബോംബെയിൽ എത്തി? കള്ളവണ്ടി കയറിയെന്ന് തന്നെ പറയാം. അവിടെ വന്ന് ബോംബെയിൽ വന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസിൽ പിയൂണായിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല. സ്റ്റെനോഗ്രാഫർ ആബ്സെന്റ് ആയിരുന്ന സമയങ്ങളിൽ ഈ പുള്ളിക്കാരൻ സ്റ്റെനോഗ്രാഫറുടെ വർക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അന്ന് കമ്പ്യൂട്ടറിൽ എല്ലാം ടൈപ്പിംഗ് ആണ്. അന്ന് മിക്കവാറും എല്ലാ കുട്ടികൾക്കും ടൈപ്പിംഗും ഷോർട്ട് ഹാൻഡും അറിയാം. ഇപ്പോഴത്തെ ജനറേഷൻ ചിലപ്പോൾ അത്ര ഫെമിലിയർ ആയിരിക്കത്തില്ല. കമ്പ്യൂട്ടറിൽ സ്പീഡ് കിട്ടാൻ ഇതിനപ്പുറം വേറൊന്നും വേണ്ട. സോ ഈ കുട്ടി അത് പഠിച്ചിരുന്നു. അവൻ അവിടെ എപ്പോഴൊക്കെ ഈ പറഞ്ഞ കൺസേൺ സ്റ്റെനോഗ്രാഫർ ആബ്സെന്റ് ആയിരുന്നു അപ്പോഴൊക്കെ സ്വയം വോളണ്ടറി ഇനിഷ്യേറ്റീവ് എടുത്ത് അവൻ ആ വർക്ക് ചെയ്തു കൊടുത്തു. പിന്നീട് ഒരിക്കൽ എന്തോ ഒരു ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് സമയത്ത് ആളില്ലാതെ വന്നപ്പോൾ ഈ ബോസ് അവനോട് പറഞ്ഞു, വൈ നോട്ട് ടു ഡ്രാഫ്റ്റ് ദ ഡോക്യുമെന്റ്, നിനക്കത് ഡ്രാഫ്റ്റ് ചെയ്ത് തന്നൂടെ? ചെയ്തു കൊടുത്തപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്രാഫ്റ്റ്. അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ട് CAക്ക് ചേർന്നൂടാ? ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. He became the president of Institute of Chartered Accountants of India, and he is the first ever CA from Kerala to occupy the highest post of institute. He is none other than CA PA Nair sir from Kattur. The institute president died. You see the way in which he has traveled. Why വെള്ളിക്കമ്പി കൊണ്ട് ജനിച്ചു വളർന്നിട്ടല്ല ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്തുന്നത്. 0ൽ നിന്ന് 100ൽ എത്തുന്നതാണ് അച്ചീവ്മെന്റ്, അല്ലാതെ 80ൽ നിന്ന് 100ൽ എത്തുന്നതല്ല. സോ നിങ്ങളുടെ ഓരോ നെഗറ്റിവിറ്റീസും നിങ്ങളുടെ ഓരോ കുറവുകളും നിങ്ങളുടെ സാധ്യതകളാക്കി നിങ്ങൾ മാറ്റണം. മറ്റൊരു ഇൻസ്റ്റൻസ്, an young boy after getting qualified CA, he went for an interview in a very reputed company in India. The chairman of the interviewer, he asked a question, what is your ambition in life? Immediately this young boy replied, I want to sit in your chair. ക്ഷണാവും വന്നില്ല. എന്റെ കസര അടിച്ചു മാറ്റാൻ നോക്കിയതല്ല ചെയർമാൻ പ്രതികരിച്ചത്. ഇമ്മീഡിയറ്റ്ലി എഴുന്നേറ്റ് നിന്ന് കൈ കൊടുത്ത് അവനെ അപ്രീഷിയേറ്റ് ചെയ്തു. After 25 years, the same boy became the chairman of the same company. CA Ashok Shashasai from
അശോക് ലൈലാൻഡ്. അശോക് ലൈലാൻഡ് ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറായിട്ട് അദ്ദേഹം പിന്നീട് മാറി. ഇത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ നേരിട്ട് ചെന്നൈയിൽ വെച്ച് കേട്ടതാണ് 2006 ഫെബ്രുവരിയിലെന്നാണ്. He became later on the chairman of Infosys as well as IndusInd Bank. ഇപ്പൊ അദ്ദേഹം പല പല കമ്പനികളിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടറാണ്. The level of ambition you should have. മറ്റൊരു ഇൻസ്റ്റൻസ്, an young girl after getting qualified CA, she belongs to Brahmin family in North India. During those days, Brahmin girls are not allowed to go abroad, especially through ship. വെളിയിലോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോ അച്ഛനടുക്കെ ചെന്ന് പറഞ്ഞു, അച്ഛനും അമ്മയും, പക്ഷെ അവർ കുറച്ച് അഡ്വാൻസ്ഡ് ആയിരുന്നു തിങ്കിങ്ങില്. ഐ വാണ്ട് ടു പെർസ്യൂ MBA ഫ്രം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. എനിക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി MBA പഠിക്കണം. അപ്പൊ അച്ഛനും അമ്മയും എതിർത്തില്ല, അവരെ അനുവദിച്ചു. ഷീ ഈസ് ദ ഫസ്റ്റ് എവർ ലേഡി CA ഫ്രം ഇന്ത്യ ടു ഹാവ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി MBA. ഷീ ഈസ് നൈനാലാൽ കിദ്വായ്. Later on, she became the president of Indian operations of HSBC Bank. ലോകത്തിലെ one of the biggest bank ആയ Hong Kong and Shanghai Bank Corporation Indian operation head ആയിട്ട് റിട്ടയർ ചെയ്തിട്ട് now she is acting as independent director in many companies across the nation. So ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആരും പെട്ടെന്ന് വളർന്നവരല്ല, ഹാർഡ് വർക്കിലൂടെ തന്നെയാണ്. അതുകൊണ്ട് യങ്സ്റ്റേഴ്സിനോട് എസ്പെഷ്യലി ദോസ് ആർ യെറ്റ് ടു ക്വാളിഫൈ, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാതയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചില അഡ്വേഴ്സിറ്റീസ് ഒക്കെ വരാം, മെന്റൽ ടെൻഷൻ വരാം, വർക്കിന്റെ പ്രഷർ വരാം, പഠിത്തത്തിന്റെ പ്രഷർ വരാം, എല്ലാം വരാം. പക്ഷെ മുന്നോട്ട് തന്നെ പിടിക്കുക, വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി നിലിച്ച്. ഒരു ദിവസം സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കടന്നു വരണം. പൗലോ കെയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്നുള്ള ബുക്ക് വായിച്ചിട്ടുണ്ടാവും മിക്കവാറും. അതിലെ ഫസ്റ്റ് ചാപ്റ്ററില് ഞാനത് ഐ വിൽ കോട്ട് ദാറ്റ് പർട്ടിക്കുലർ ചാപ്റ്റർ. എവരിതിങ് വി വാണ്ട് ടു ഡു ഈസ് ഇംപോസിബിൾ. ഇതാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മറ്റൊന്ന്, we know what we want to do, ചെയ്യേണ്ടതെന്ന് അറിയാം, but are afraid of hurting those around by us by abandoning in order to pursue our dream. നമ്മുടെ ഡ്രീമിനെ പെർസ്യൂ ചെയ്യാൻ ചില സ്റ്റെപ്സ് ഒക്കെ എടുക്കേണ്ടി വരും. ഇപ്പൊ നൈനാലാൽ കിദ്വായിക്ക് ഫോറിൻ ട്രിപ്പ് പോകാൻ അവരുടെ പേരൻസ് സമ്മതിച്ചത് കൊണ്ടാണ് അവർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി MBA ആയിരുന്നു ഇന്ത്യയിൽ ഒരു വലിയ ബാങ്കിന്റെ തലപ്പത്ത് കയറിയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പേരൻസ് ചിലരെങ്കിലും പഠിക്കാൻ ദൂരെ വിടത്തില്ല, ഹോസ്റ്റലിൽ താമസിക്കാൻ അനുവദിക്കത്തില്ല. കോഴിക്കോട് പഠിപ്പിച്ച ഒരു കുട്ടി മിടുക്കിയായിരുന്നു, മിക്ക ദിവസം ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വരും. പരപ്പനങ്ങാടിയില്ല വീട്, കോഴിക്കോട് ചാപ്റ്റർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൗണില്ല. ഈ കുട്ടി രണ്ട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള യാത്ര കഴിഞ്ഞ് വരണം. 9 മണിക്ക് ക്ലാസ് തുടങ്ങും. ഞാനാണെങ്കിൽ ഷാർപ്പ് ടൈമിൽ ക്ലാസ് തുടങ്ങും. ഓൾവേസ് ഷീ റീച്ചസ് ലൈറ്റ്. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ പഠിച്ചത് എന്തിനാ നമ്മളൊക്കെ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്നെ മാറ്റി നിർത്തിട്ട് പറഞ്ഞു, സാറേ ഐ എം സോറി, എന്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല ഹോസ്റ്റലിൽ നിൽക്കാൻ. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അമ്മാവന്മാരാ. അതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് നിൽക്കാൻ സമ്മതിക്കില്ല. എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് 2 ബസ് കയറി പിന്നെ ട്രെയിൻ കയറിയിട്ടൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആവും. പിന്നെ ആ കുട്ടിയോട് ഞാൻ എന്ത് പറയാനാ? ഞാൻ പിന്നീട് പലവട്ടം അന്വേഷിച്ചു, ആ കുട്ടി ക്വാളിഫൈ ചെയ്തിട്ടില്ല. കണ്ടോ, ആ വീട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് ആ കുട്ടിയുടെ ഭാവി എന്നേക്കാൾ തീരുമാനിക്കുക. ഇന്നത്തെ കാലത്ത് നമ്മുടെ ലോകം ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നാൽ ഈ ലോകം നന്നായിട്ട് ഒരു നല്ല സുന്ദരമായ ലോകമാക്കി മാറ്റാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ 146 കോടി ജനങ്ങളുണ്ട്. ഒരു സ്റ്റെപ്പ് നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് നീങ്ങി അത്രയും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും നല്ലതാണ്. ലോകത്തിന് മുഴുവൻ വെളിച്ചം വിതറുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിന്റെ. അപ്പൊ നമ്മള് ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അക്രോസ് ദ ഗ്ലോബ്. ഇന്ന് ഇന്റർനാഷണൽ ഫേമുകൾ ഏതെടുത്താലും അവിടെ മൾട്ടിനാഷണൽ കമ്പനികളടക്കം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഹൈ പൊസിഷനിൽ നല്ല ഹ്യൂജ് സാലറിയിലാണ് വർക്ക് ചെയ്യുന്നത്. കാര്യം ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷനായി ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസും ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടും വെറും ഒരു കേവലം കേസ് സ്റ്റഡി പേപ്പർ മാത്രം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കോഴ്സിനെ അംഗീകരിക്കുമ്പോ നമ്മുടെ 3-4 പേപ്പർ പഠിച്ചിട്ട് അവര് ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത്രയും വലിയ കോഴ്സ് ചെയ്യുമ്പോ, ഇത്രയും നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് കോഴ്സ് പഠിച്ച നിങ്ങൾക്ക് ലോകം മുഴുവൻ കീഴടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അതിന് നിങ്ങൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അടക്കം ബിൽഡപ്പ് ചെയ്യണം. അപ്പൊ അതിന്റെ ബാക്കി പോയിന്റ് പറയാം. ഫിയർ ഓഫ് ദ ഡിഫീറ്റ് വി വിൽ മീറ്റ് ഓൺ ദ പാത്ത്. വഴിയില് തോറ്റു പോകുമെന്നുള്ള പേടി. ഞാൻ ചോദിച്ചോട്ടെ, എത്ര പ്രമുഖ വ്യക്തികൾ തോറ്റിട്ട് വിജയിച്ചു വന്നവരാ? നമ്മുടെ DIG വിജയൻ സാറ് 10ാം ക്ലാസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തോറ്റയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ 10ാം ക്ലാസ്സിൽ തോറ്റതാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇന്റർവ്യൂവിൽ ഔട്ടായ ആളാണ്. അവരൊക്കെ തോറ്റവരാണോ ജീവിതത്തിൽ? ഒരു പരാജയം വന്ന ഉടനെ കയറെടുക്കുക, ആത്മഹത്യ. ഇപ്പം ആത്മഹത്യ ടെൻഡൻസി കേരളത്തിൽ കൂടുതലാണ്. എന്തിന്?
ഇതല്ലെങ്കിൽ വേറെ ഞാൻ പറഞ്ഞില്ല, ഡോക്ടറാകാൻ മോഹിച്ച് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ ആളാണ്. അതുകൊണ്ട് എനിക്ക് ജീവിത പരാജയം ഉണ്ടായി ഞാൻ കരുതുന്നില്ല. അപ്പൊ ആശയ്ക്ക് ഡോക്ടർമാരെ ക്ലയന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ ടാക്സ് പ്ലാനിങ്ങും പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. ജീവിതത്തെ നമ്മുടെ വഴിയിലോട്ട് ആക്കിയെടുത്താൽ മതി. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ഫിയർ ഓഫ് റിയലൈസിംഗ് ദ ഡ്രീം ഫോർ വിച്ച് വി ഹാവ് ബീൻ ഫൈറ്റിംഗ് ഓൾ അവർ ലൈഫ്. ആഗ്രഹിച്ച കാര്യം നേടാതെ മുരടിച്ച് മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിന് കാരണം ഒരുപക്ഷെ അച്ഛന്റെയോ അമ്മയുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ഒരുപക്ഷെ സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതൊന്നും നമുക്ക് തടസ്സമായി മാറേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഏത് തടസ്സം ഉണ്ടെങ്കിലും അതിലൊരു പോംവഴി ഈശ്വരൻ കണ്ടിട്ടുണ്ട്. അതിന് പറ്റി വരാനാണ് നമ്മുടെ വഴിയിൽ ദൈവം എത്തിച്ചു തരും. ഒരു മെന്ററായിട്ടോ ഒരു ഗൈഡായിട്ടോ വിച്ചവരുടെ എന്റെ ലൈഫിൽ എന്നെ പഠിപ്പിക്കാൻ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് എന്റെ പ്രൊഫസറാണ്. അക്കൗണ്ടൻസിയുടെ ഫാക്കൽറ്റി ആലപ്പുഴയിൽ. എന്ത് വിഷമം ഉണ്ടെങ്കിലും ചെന്ന് പറയാം. ഒരു ഫാദറിനെ പോലെ കൂടെ ഉണ്ടായിരുന്നു. ഒരു അവസാന കാലം വരെ സാറിനെ എനിക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ തിരിച്ചു കൊടുക്കണം, നന്ദിയുള്ളവരായിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പഠിക്കാനിരിക്കുന്ന കുട്ടികളോട് പ്രത്യേകം പറയാനുള്ളത്, സബ്ജക്ട് ഭയങ്കര വോളിയംസ് ആണ്. അതുകൊണ്ടാണ് സീരിയ ടഫാന്ന് പറയുന്നത്. അത് ടഫായിട്ടല്ല, സമയമെടുത്ത് ഒരു മിനിമം 1 ഇയർ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് 3-4 സ്റ്റേജ് ആയിട്ട് റിവിഷൻ വരെ നടത്തി പരീക്ഷ എഴുതിയാൽ ഒരിക്കലും നിങ്ങൾ തോറ്റുപോകില്ല. പിന്നെ ജോയിയുടെ ഫാക്കൽറ്റി എന്നതിൽ ഒരു കാര്യം കൂടെ പറയാം. വളരെ ഡെപ്ത് ആയിട്ട് നിങ്ങൾ സബ്ജക്ട് പഠിക്കണം. ഇപ്പൊ can anybody tell, especially those qualified, which section deals with audit report? Which section deals with audit report in Companies Act? Any student? നിങ്ങളുടെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതല്ല, വേറൊരു പോയിന്റിലോട്ട് എത്തിക്കാൻ. എന്നിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കും. പ്ലീസ് ഫോർഗിവ് മീ ഫോർ പറയാമോ? I will give you a hint. Balani, I love you. നീ പറയാൻ പറ്റില്ലേ? Anybody? 143. Section 143 of the Companies Act deals with auditor's report. Income tax അത് അസസ്മെന്റിന്റെ സെക്ഷനാണ്. Companies Act പുതിയ ലോയിൽ അല്ല, പഴയ ലോയിൽ. 143. ആ സെക്ഷൻ 143 സബ്സെക്ഷൻ 3 ഒരു കാര്യം Companies Act 2013 ആഡ് ചെയ്തിട്ടുണ്ട്. പഴയ ലോയിൽ പറയുന്നത് whether the auditor has obtained all the information and explanation during the course of audit എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. പുതിയ ലോയിൽ അവരൊരു വാക്ക് ആഡ് ചെയ്തു, whether the auditor has sought and obtained. What is the difference between obtained and sought and obtained? ഓഡിറ്റർ ചോദിച്ചിട്ട് കിട്ടാത്തതും ചോദിക്കാത്തതും രണ്ട് കോണ്ടെക്സ്റ്റാണ്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം റൈറ്റ് കോണ്ടെക്സ്റ്റ് ചോദിച്ച് അതിന് ഉത്തരം കിട്ടിയില്ല, അതനുസരിച്ച് റിപ്പോർട്ട് മാറ്റിക്കോ. പക്ഷെ ചോദിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമാണ്. That means we should be that much alert. ഈ alertness you have to maintain throughout the life. And a professional always learning. Every day you are learning. I don't know how many of you are having the habit of reading business newspapers. Regular ആയിട്ട് വായിക്കണം, അപ്ഡേറ്റ് ചെയ്യണം. പ്രൊഫഷണൽ കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം. ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക. ചെയ്യാനുള്ള കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത്. കോട്ടയത്ത് SSI എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം 89ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിലി മുഴുവൻ CS ആണ്. അദ്ദേഹം മരിക്കുന്നത് വെളുപ്പിനെ 4 മണിക്ക് നേരെ തിരുനക്കര അമ്പലത്തിന് പുറകിലാണ് വീട്. രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വീട്ടിൽ വന്നു. ഒരു അസ്വസ്ഥത പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി മരിച്ചു. എല്ലാം കഴിഞ്ഞ് മകൻ പ്രശാന്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അദ്ദേഹം ചെന്ന് അച്ഛന്റെ മുറി നോക്കുമ്പോൾ മേശപ്പുറത്ത് തിങ്സ് ടു ബി ഡൺ ടുഡേ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. There should be a plan for you. സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഈശ്വരവിശ്വാസത്തോടുകൂടി വന്ന വഴി മറക്കാതെ നിങ്ങൾ പിന്നെ രാജ്യത്തിനും സമൂഹത്തിനും നന്മ ചെയ്യുന്ന നല്ല ഫിനാൻസ് പ്രൊഫഷണൽസ് ആയിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ക്വാളിഫൈ ചെയ്യാനുള്ളവർക്ക് എല്ലാ നന്മകളും നേർന്ന് ക്വാളിഫൈ ചെയ്തവരോട് ഒട്ടും അഹങ്കരിക്കാതെ ജീവിതത്തിന്റെ വിജയത്തിൽ നമ്മളെ കൂടെ നിന്നവരെ എല്ലാം അനുസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് നിങ്ങളെ കളരിയിൽ പഠിപ്പിച്ച അധ്യാപകരെ വരെ മനസ്സുകൊണ്ട് ഓർത്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഇങ്ങനെ ഒരു അവസരം തന്ന പ്രത്യേകിച്ച് ജോഷി സാർ, ഐ എം വെരി താങ്ക്ഫുൾ ഫോർ യു ടു ഗിവ് മി സച്ച് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഫോർ the patient hearing. Thank you very much.